ഓരോരോ ഗ്രാമങ്ങളിൽ ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. പെൺകുട്ടികൾ ജനിച്ചാൽ വിഷം കൊടുത്ത് കൊല്ലുന്ന ഗ്രാമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. പെൺകുട്ടിയുടെ മാനം ആണല്ലോ കുടുംബത്തിന്റെ തന്നെ മാനം. പെൺകുട്ടി ആരെങ്കിലും കൂടെ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാനം ഇങ്ങനെ പറന്നു പോകുമല്ലോ. അതിനൊന്നും ഇടവരുത്താതിരിക്കാൻ ആദ്യമേ തന്നെ ഒരു പെണ്ണ് ജനിക്കുമ്പോൾ അന്നേരം കൊല്ലുന്ന നാടായിരുന്നു നമ്മുടേത്. ആ അവസ്ഥയിൽ നിന്നും ഇന്ന് ഇവിടത്തെ സ്ത്രീകൾ മെനസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നു. അതെത്തിച്ചത് മോദിയുടെ ഈ ക്യാമ്പയിൻ തന്നെയാണ്. ഈ ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുക എന്ന് പറയുന്നത് ഇവിടൊക്കെ നോർമൽ സംഗതിയാണ് അല്ലെ. വീട്ടിൽ പ്രസവിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എന്താ നിനക്കൊക്കെ തലക്ക് വെളിവില്ലേ എന്ന് മലയാളികൾ ചോദിക്കും. എന്നാൽ ഒരുപാട് പെൺകുട്ടികൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടേ ഇല്ല. അവർ ജനിച്ചത് ഹോസ്പിറ്റലല്ല, അവർ പ്രസവിക്കുന്നതും ഹോസ്പിറ്റലിൽ അല്ലായിരുന്നു. ഹിന്ദി പേരുകളായതുകൊണ്ടും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് കൊണ്ടും ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇതേപ്പറ്റി ഒന്നും സംസാരിക്കാത്തത് കൊണ്ടും നിങ്ങൾക്ക് അറിയാത്തതാണ്. സോ ട്രസ്റ്റ് മീ, പിണറായി വിജയൻ അല്ല ഇന്ത്യ ഭരിക്കുന്നത്, അത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. സ്ത്രീകൾക്ക് വേണ്ടി എന്നും പറഞ്ഞ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകൾക്ക് എത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീയുടെയും ചോര ഇനി ചേമ്പിലയിൽ പടില്ല. അതിനുവേണ്ടി പ്രവർത്തിച്ചത് NDA ആണ്, നരേന്ദ്രമോദി തന്നെയാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ഒരു പദ്ധതി വൻ അഴിമതിയാണ്. അതിൽ ഒരുപാട് സ്ത്രീകളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ രക്തം പുരണ്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ സ്ത്രീകളിലേക്ക് എത്തേണ്ടത് മോദി ചിലവഴിച്ചിരിക്കുന്നത് മോദിയുടെ ഫ്ലെക്സ് അടിച്ചു വെക്കാനാണ്. ഞാൻ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതൊക്കെയാണോ സത്യം എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഞാനിപ്പോ പറഞ്ഞത് കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രചരണത്തിൽ വന്നിട്ടുള്ള ചില വാചകങ്ങളാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നോ? ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മ്യൂസിക് ഒക്കെ കൊടുത്ത് വളരെ രക്തജനകമായിട്ടാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. കണ്ടോളൂ. മോദിയുടെ ഫ്ലെക്സ് ബോർഡുകളിലും പത്രപരസ്യങ്ങളിലും എത്ര ലക്ഷം പെൺകുട്ടികളുടെ ചോര പുരണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? വീഡിയോ മൊത്തം കാണാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. 2015 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള സ്കീം മോദിജി ലോഞ്ച് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ സുരക്ഷയും അവരുടെ എഡ്യൂക്കേഷനുമായിരുന്നു. പക്ഷേ 2021 പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടി. ഈ സ്കീമിന് വേണ്ടി ടോട്ടലായിട്ട് ചെലവായ കാശ് 446 കോടി രൂപയായിരുന്നു. ഇതിന്റെ 80%, അതായത് ഏകദേശം 352 കോടി രൂപ ചെലവാക്കിയത് TV, ന്യൂസ് പേപ്പർ, ബസ്സിലൊക്കെ മോദിയുടെ വലിയ പടം വെച്ച് പരസ്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിൽ വെറും 20%, അതായത് ഏകദേശം 94 കോടി രൂപ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സ്കീമിന് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ളത്. അതിലും എത്ര പൈസ കൃത്യമായി ചെലവായിട്ടുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പെൺകുട്ടികളുടെ സേഫ്റ്റിക്കായിട്ട് CCTV ക്യാമറകൾ, പുതിയ പോലീസിന്റെ നിയമനങ്ങൾ, പുതിയ ഗവൺമെന്റ് സ്കൂൾസ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട കാശാണ് മോദിജി സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയത്. ഈ ഒറ്റൊരു വീഴ്ച കാരണം 2019 തൊട്ട് 2021 വരെ ഏകദേശം 13.5 ലക്ഷം പെൺകുട്ടികളാണ് ഇന്ത്യയിൽ നിന്ന് കാണാണ്ട് പോയത്. ഇത് ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. ഏകദേശം 3.5 ലക്ഷം പെൺകുട്ടികളാണ് ചെയ്യപ്പെട്ടത്. ഇതും NCRBയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടാണ്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്ര കേസുകൾ ഉണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിച്ചോ? ഇതിൽ നിന്ന് എത്ര ലക്ഷം പെൺകുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്തായിരുന്നു? ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള ഈ സ്കീമിൽ കോടിക്കണക്കിന് രൂപ സ്വന്തം PR വർക്കിനും പബ്ലിസിറ്റിക്കും വേണ്ടി ഉപയോഗിച്ചപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത്ര ലക്ഷത്തിന്റെ കണക്ക് പറയേണ്ടി വരില്ലായിരുന്നു. പലരും BJP എന്തോരം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള സ്കീമൊക്കെ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ സ്കീമുകളൊക്കെ കൊണ്ടുവരുമ്പോൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും അത് എത്ര പേർക്ക് അതിന്റെ ഗുണം കിട്ടുന്നുണ്ടെന്നും ആരും മനസ്സിലാക്കുന്നില്ല. സ്കീമുകൾ ഇറക്കിയാൽ മാത്രം പോരാ. BJP മാത്രമല്ല, ഏതൊരു പാർട്ടി ആയാലും പല സ്കീമുകളും ലോഞ്ച് ചെയ്യുന്നത് അവർക്ക് അതിൽ അഴിമതി നടത്താൻ വേണ്ടി മാത്രമാണ്. നേരിട്ട് സർക്കാർ ഖജനാവിൽ നിന്ന് കൈയിട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് സ്കീമുകൾ ഇറക്കി അതിന്റെ കോൺട്രാക്ട് സ്വന്തം സുഹൃത്തുക്കൾക്ക് തന്നെ കൊടുത്ത് അതിന്റെ കമ്മീഷനും വിഹിതവും വാങ്ങിയാണ് ഈ കറപ്ഷൻ എല്ലാം നടക്കുന്നത്. ഈ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ഒരു പദ്ധതി വൻ അഴിമതിയാണ്. അതിനകത്ത് ഈ പറഞ്ഞ കോടികൾ പ്രഖ്യാപിച്ചിട്ട് അതൊന്നും സ്ത്രീകൾക്കും കുട്ടികൾക്കും എത്തിയിട്ടില്ല. മറിച്ച് അത് മോദി വലിയ രീതിയിൽ പരസ്യം ചെയ്യാനാണ് ഉപയോഗിച്ചത്. നമ്മളിപ്പോ കാണാറുണ്ടല്ലോ, പിണറായി വിജയൻ പല പദ്ധതിയും കൊണ്ട് ഇറങ്ങിയിട്ട് ഫ്ലെക്സ് അടിക്കുന്നുണ്ട്. അത് മാത്രം തകൃതിയായി നടക്കുന്നുണ്ട്, അല്ലാതെ വേറൊരു കാര്യം നടക്കുന്നില്ല. അപ്പൊ അത് തന്നെയാണ് മോദി ചെയ്തത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നാൽ വാസ്തവം എന്താണ്? ഇദ്ദേഹം ഈ ഒരു വീഡിയോയിൽ പൊക്കി കാണിച്ചിരിക്കുന്ന ആ ഒരു വിവരാവകാശ രേഖ സത്യമാണ്. അത് 2020, 2021, 2022 ആ കാലഘട്ടത്തിലാണ് ഈ ക്യാമ്പയിൻ തുടങ്ങുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നത് ഒരു പദ്ധതിയായിട്ടല്ല ആരംഭിച്ചത്, മറിച്ച് ഒരു ക്യാമ്പയിൻ ആയിട്ടാണ്. അവിടെയാണ് നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. പരസ്യത്തിന് വേണ്ടി കോടികൾ ചിലവഴിച്ചു എന്ന് പറയുന്നത് സത്യമാണ്. ക്യാമ്പയിൻ എന്ന് വെച്ചാൽ അതാണ്. ക്യാമ്പയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ആളുകളെ ബോധവാന്മാരാക്കുക എന്നൊരു കാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാമ്പയിൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ബോധവാന്മാരാക്കുന്നത്? മീഡിയയിലൂടെ, പത്രപരസ്യത്തിലൂടെ, അല്ലാതെയുള്ള പരസ്യങ്ങളിലൂടെ ആളുകളിലേക്ക് ഈ വിഷയം കൂടുതൽ എത്തിച്ച് ഈ വിഷയത്തെ പരിചിതരാക്കി അതിലൂടെ അവരെ ബോധവൽക്കരിച്ച് ഇങ്ങനൊരു വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്നതാണ് ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ പറയുമ്പോൾ മാത്രം സംഗീത വളച്ചൊടിക്കലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്യാമ്പയിൻ എന്താണ് എന്ന് നമുക്ക് അതിനോട് ചോദിക്കാം. ക്യാമ്പയിൻ എന്നാൽ ഒരു പ്രത്യേക ലക്ഷ്യം കൈവരിക്കുന്നതിനായി ആസൂത്രണം ചെയ്ത് നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളോ പ്രചാരണ പരിപാടികളോ ആണ്. ലളിതമായി പറഞ്ഞാൽ ഒരു വലിയ കൂട്ടം ആളുകളിലേക്ക് ഒരു സന്ദേശം എത്തിക്കാനും അവരുടെ മനോഭാവത്തിലോ പെരുമാറ്റത്തിലോ മാറ്റം വരുത്താനും അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കാനും നടത്തുന്ന ശ്രമമാണിത്.
ഉദാഹരണത്തിന് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയിൽ പെൺകുട്ടികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ഉപയോഗിച്ച മാർഗങ്ങളെയാണ് മാധ്യമങ്ങളിലൂടെയുള്ള ക്യാമ്പയിൻ എന്ന് വിളിച്ചത്. ഇതിൽ TV പരസ്യങ്ങൾ, പത്രങ്ങളിലെ അറിയിപ്പുകൾ, പൊതുപരിപാടികൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. വിവിധതരം ക്യാമ്പയിനുകൾ താഴെ പറയുന്നവയാണ്. രാഷ്ട്രീയ ക്യാമ്പയിൻ: തിരഞ്ഞെടുപ്പിൽ വോട്ട് നേടുന്നതിനായി ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന പ്രചരണം. സാമൂഹിക ക്യാമ്പയിൻ: ഒരു സാമൂഹിക പ്രശ്നത്തെക്കുറിച്ച്, ഉദാഹരണത്തിന് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, ശുചിത്വ ക്യാമ്പയിൻ, അവബോധം സൃഷ്ടിക്കുക. മാർക്കറ്റിംഗ് ക്യാമ്പയിൻ: ഒരു ഉൽപ്പന്നമോ സേവനമോ വിൽക്കുന്നതിനായി നടത്തുന്ന പരസ്യ പ്രവർത്തനങ്ങൾ. മനസ്സിലായോ? എന്താണ് ക്യാമ്പയിൻ? ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പരിചയമില്ലാത്ത ഒരു കാര്യം ആളുകളിലേക്ക് പരസ്യങ്ങളിലൂടെ എത്തിക്കുന്ന രീതിയാണ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ പദ്ധതിയിലെ തുടക്കത്തിലെ ആ പൈസ ഈ ക്യാമ്പയിന് വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത്. അതിന് ഫലമുണ്ടായോ? തീർച്ചയായിട്ടും ഫലമുണ്ടായി. അതുകൊണ്ടാണല്ലോ ഈ ഓണം കേറാ മൂലയെ കിടക്കുന്ന ആൾക്കാർ വരെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുമ്പോൾ അതെന്താ എന്ന് ചോദിക്കാത്തത്. അവർക്കറിയാം. എങ്ങനെ അറിയാം? ഇങ്ങനെയാണ് അറിയാവുന്നത്. പിന്നെ ഇദ്ദേഹം എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഈ ഒരു വിവരാവകാശ രേഖയിലെ ഡേറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ 2021. അതാണ് ഈ തുടക്കം. ഈ സംഭവം ഒരാളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി ക്യാമ്പയിൻ ചെയ്യുക എന്നുള്ളതാണ്. സ്വച്ഛ ഭാരത് ഒക്കെ അതുപോലെ വന്ന ഒരു ക്യാമ്പയിൻ തന്നെയാണ്. സ്വച്ഛ ഭാരത് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ചോദിക്കില്ലല്ലോ, നിങ്ങൾക്കറിയാം. അത് ശുചിത്വ മിഷനാണ്. ഭാരതം ശുചിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സെലിബ്രിറ്റീസ് അടക്കം ഇറങ്ങി ക്യാമ്പയിൻ ചെയ്തതാണ്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്നതിൽ പ്രിയങ്ക ചോപ്ര വരെ പങ്കാളിയായിരുന്നു. പല മേഖലകളിലും ചെന്നിട്ട് അല്ലെങ്കിൽ വലിയ വലിയ പ്രോഗ്രാമിൽ വരെ ചെന്നിട്ട് അവർ ഈ പദ്ധതിയെ പറ്റി വളരെ പ്രൗഡായിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. അവരൊക്കെ ഈ നോർത്തിലെ പെൺകുട്ടികളുടെ അവസ്ഥ കണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അതിന് വേണ്ടിയിട്ട് ചിലവഴിച്ച ആ പണം ക്യാമ്പയിൻ ഫലവത്തായതിനു ശേഷം ചിലവഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 2026-ൽ 2021-ലെ ക്യാമ്പയിനിന്റെ ചെലവെടുത്തു കൊണ്ടുവന്ന് ഈ പദ്ധതി മുഴുവനായും അഴിമതിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയെ പറ്റിയാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി ക്യാമ്പയിനിന് വേണ്ടി ഈ പണം ചെലവഴിച്ചതിന് അന്ന് വിമർശനങ്ങൾ ഉണ്ടായോ? ഉറപ്പായിട്ടും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതിന് കൃത്യമായിട്ടുള്ള മറുപടികളും ഉണ്ടായിരുന്നു. ഈ വിമർശനങ്ങളെ മുൻനിർത്തി പിന്നീട് പരസ്യങ്ങൾക്ക് അല്ലെങ്കിൽ ക്യാമ്പയിന് വേണ്ടി ഇനി പണം ചെലവഴിക്കേണ്ട, ക്യാമ്പയിൻ പൂർത്തിയായി കഴിഞ്ഞു, ഇനി നമുക്ക് പദ്ധതിയിലേക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതേപറ്റി തന്നെ പറയുന്നത് ഞാൻ വായിച്ചു കാണിച്ചു തരാം. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് പാർലമെന്റ് സമിതികളും സർക്കാരും നൽകിയ വിവരങ്ങൾ താഴെ പറയുന്നവയാണ്. ആദ്യഘട്ടത്തിലെ വിമർശനം: 2021-ൽ പാർലമെന്ററി സമിതി സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം 2016 മുതൽ 2019 വരെയുള്ള കാലയളവിൽ പദ്ധതിക്കായി അനുവദിച്ച 446.72 കോടി രൂപയിൽ ഏകദേശം 79% പരസ്യങ്ങൾക്കും പ്രചരണങ്ങൾക്കുമായാണ് ചെലവഴിച്ചത്. ഇത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. സർക്കാരിന്റെ വിശദീകരണം: എന്നാൽ 2025 ജൂലൈയിൽ രാജ്യസഭയിൽ സർക്കാർ നൽകിയ മറുപടി പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 2020-21 മുതൽ 2024-25 വരെ ആകെ ചെലവായ 335.37 കോടി രൂപയിൽ വെറും 2.0% 7.02 കോടി രൂപ മാത്രമാണ് പരസ്യങ്ങൾക്കായി നീക്കിവെച്ചത്. ഇതിൽ ഭൂരിഭാഗവും 2020-21 വർഷത്തിലായിരുന്നു. അതിനുശേഷം ഈ ഇനത്തിൽ തുക ചെലവഴിച്ചിട്ടില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. ആദ്യഘട്ടത്തിൽ പെൺകുട്ടികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനാണ് പ്രചരണങ്ങൾക്ക് മുൻഗണന നൽകിയതെന്ന് സർക്കാർ വിശദീകരിക്കുന്നു. എന്നാൽ പാർലമെന്ററി സമിതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, കായിക രംഗം, സ്വയം രക്ഷാ പരിശീലനം തുടങ്ങിയ പ്രായോഗിക തലങ്ങളിലേക്ക് ഫണ്ട് വിനിയോഗം നിലവിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ പദ്ധതിയുടെ ആദ്യ വർഷത്തിൽ പണത്തിന്റെ വലിയൊരു ഭാഗം പ്രചാരണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നെങ്കിലും 2020-ന് ശേഷമുള്ള വർഷങ്ങളിൽ ഈ പ്രവണതയിൽ വലിയ കുറവുണ്ടായതായി ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക റിപ്പോർട്ടുകൾ പരിശോധിക്കാം. കേട്ടല്ലോ, രാജ്യസഭയിൽ ഇതിന് വ്യക്തമായ ഒരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നൽകിയതാണ്. ഞങ്ങൾ ചെയ്തത് തുടക്കത്തിൽ ഒരു ക്യാമ്പയിൻ ആയിരുന്നു. ക്യാമ്പയിൻ ഫലം കണ്ടതിന് ശേഷം ആളുകളിലേക്ക് വീണ്ടും ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ ആവശ്യമായി വന്നിരുന്നത്? കേരളത്തിലുള്ള പല സ്ത്രീകൾക്കും പല ആണുങ്ങൾക്കും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവാത്തത് എന്താണെന്ന് വെച്ചാൽ, ഈ നോർത്തിലൊക്കെ ഒരുപാട് ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ആ സ്ഥലത്തെ സ്ത്രീകളുടെ അവസ്ഥ നിങ്ങളാരും അനുഭവിക്കാത്തത് കൊണ്ടാണ്. ഞാൻ കണ്ട ഒരു റീല് ഞാൻ ഓർക്കാണ്. അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാമായിരുന്നു. അതായത് ഒരു ജേർണലിസ്റ്റ് നോർത്തിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പെൺകുട്ടിയോട് സംസാരിക്കുകയാണ്. നിങ്ങൾ പഠിച്ചായിരുന്നോ? എത്ര വരെ പഠിച്ചു? അപ്പൊ പെൺകുട്ടി പറഞ്ഞു, ഞാൻ SSLC പാസ്സാണ്, പക്ഷെ എനിക്ക് മുന്നോട്ട് പഠിക്കാൻ വേണ്ടി സാധിച്ചില്ല. എന്തുകൊണ്ടാണ് പഠിക്കാൻ സാധിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങൾ ഇരട്ട കുട്ടികളാണ്, എന്റെ സഹോദരനും ഞാനും, ഒരാണും പെണ്ണുമാണ് ഇരട്ട കുട്ടികൾ. അപ്പൊ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്നും +2 +1 വിദ്യാഭ്യാസം ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൗണിൽ പോയി പഠിക്കണം. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, 2 പേരെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഗ്രാമത്തിൽ നിന്ന് നടന്ന് ടൗണിൽ പോയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ് എന്ന് വാശി പിടിച്ചു. അപ്പൊ ഈ പെൺകുട്ടി പറഞ്ഞു, ഞാൻ നന്നായിട്ട് പഠിക്കുന്നതാണ്, അതുകൊണ്ട് എന്നെ ഒന്ന് പഠിപ്പിക്കുമെന്ന് പറഞ്ഞപ്പം അമ്മ ഒരു കണ്ടീഷൻ വെച്ചു, 500 മാർക്ക് നീ SSLCക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ പഠിപ്പിക്കാമെന്ന്. അപ്പോ ആ അവതാരിക അല്ലെങ്കിൽ ആ ജേർണലിസ്റ്റ് ആ കുട്ടിയോട് ചോദിച്ചു, എന്നിട്ട് എന്തായി, കുട്ടി പഠിച്ചോ എന്ന് ചോദിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ ഇങ്ങനെ തലയാട്ടുന്ന കുട്ടിയാണ് കണ്ടത്. എത്ര മാർക്ക് എടുത്തു SSLC എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയാണ് 499, 499. 1 മാർക്കിന്റെ പേരിൽ ആ പെൺകുട്ടിക്ക് തുടർന്ന് അങ്ങോട്ടുള്ള വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടു. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ ആ വേദന? ഓരോരോ ഗ്രാമങ്ങളിൽ, ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്, പെൺകുട്ടികൾ ജനിച്ചാൽ
വിഷം കൊടുത്ത് കൊല്ലുന്ന ഗ്രാമങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. കള്ളിപ്പാൽ കൊടുത്ത് കൊല്ലുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാമോ? പഴയ തമിഴ് സിനിമകൾ എടുത്ത് നോക്കിയാൽ വിവേക്, കോമഡി നടൻ വിവേക് അതിനെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. പെൺകുട്ടി ജനിക്കുന്നത് ഒരു ഭാരമാണ്, പെൺകുട്ടിയുടെ മാനം ആണല്ലോ, കുടുംബത്തിന്റെ തന്നെ മാനം. പെൺകുട്ടി ആരെങ്കിലും കൂടെ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാനം ഇങ്ങനെ പറന്നു പോകുമല്ലോ. അതിനൊന്നും ഇടവരുത്താതിരിക്കാൻ ആദ്യമേ തന്നെ ഒരു പെണ്ണ് ജനിക്കുമ്പോൾ അന്നേരം കൊല്ലുന്ന നാടായിരുന്നു നമ്മുടേത്. ഇനി ബാത്റൂമിന്റെ കാര്യം നോക്കുക. ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ബാത്റൂം, ഇതുപോലെ തന്നെ ശൗചാലയം. നിങ്ങളൊക്കെ കളിയാക്കുമല്ലോ, അയ്യോ ശൗചാലയം എവിടെ ചിന്തിക്കുന്നു, അവിടെ ശൗചാലയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കില്ലേ? രാത്രി 12 മണിക്ക് വയറിളക്കം വരുമ്പോ കാട്ടി പോയിരുന്ന് വയറിളക്കത്തിന്റെ ആ ഒരു അസ്കിത തീർക്കുന്ന ആ ഒരു വിഷമം നിങ്ങൾക്ക് അറിയാമോ? 1 മണി 2 മണി ആ അവസ്ഥയിൽ ഒരു പെൺകുട്ടിക്ക് പീരിയഡ് ഉണ്ടെങ്കിലോ? ആ അവസ്ഥ ഈ പറയുന്ന 2 മണിക്ക് 3 മണിക്ക് വയറിളക്കം വരുന്ന പെൺകുട്ടി 8 മാസം ഗർഭിണിയാണെങ്കിലോ? 90 വയസ്സ് കഴിഞ്ഞ അമ്മച്ചിയാണെങ്കിലോ? അവരെങ്ങനെയാണ് ഇതൊക്കെ കടന്നു വന്നുകൊണ്ടിരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്റെ ഒരു പേഴ്സണൽ അനുഭവം പറയാം. ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് എന്റെ അമ്മയുടെ വീട് തമിഴ്നാട്ടിലാണ്. ഇവിടെ ഞാൻ ഒരുപാട് വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. തമിഴ്നാട്ടിൽ കോയമ്പത്തൂരാണ് എന്റെ അമ്മയുടെ വീട്. ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അവിടെ പോയി നിൽക്കുമ്പോൾ എനിക്ക് രാത്രിയിൽ ബാത്റൂം പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബാത്റൂം ഇല്ല. അവിടെ ഈ പറഞ്ഞതുപോലെ കാട്, അവിടെയൊക്കെ മറ്റേ ACCന്റെ ഫാക്ടറികളാണ്. അപ്പൊ സിമെന്റ് വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ കോലപ്പൊടി എന്ന് പറയും, വെള്ള നിറത്തിൽ ഇങ്ങനെ കാടുകൾ ഉണ്ടാവും, മല ഉണ്ടാവും. അതിന്റെ കീഴിൽ പോയിരുന്നിട്ടാണ് ആൾക്കാർ കാര്യം സാധിക്കുന്നത്. രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെ നമ്മൾ എങ്ങനെയാ പോവാ? എനിക്കത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എനിക്ക് കേരളത്തിലെ വീട്ടിൽ ബാത്റൂം ഉണ്ട്, അവിടെ അത് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും രാത്രിയിൽ വേറെ വഴിയില്ലാണ്ട് പുറത്തേക്ക് പോയിട്ട് 2-3 പേര് കാവലായിട്ട് കൊച്ചല്ലേ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആരെയൊക്കെ പേടിക്കണമെന്ന് അറിയാമോ? ഇടിച്ചിട്ടിട്ട് പോകുന്ന പന്നിയെ വരെ പേടിക്കണം. അത് തമിഴ്നാട്ടിലെ കാര്യമാണെങ്കിൽ ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എത്ര മൃഗങ്ങൾ, ഇതൊന്നും കൂടാതെ വൃത്തികെട്ട മനുഷ്യര്, ഇതിനെയൊക്കെ അതിജീവിച്ച സ്ത്രീകൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 1 രൂപയ്ക്ക് പാഡ് കൊടുക്കുന്നു, സാനിറ്ററി പാഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രഖ്യാപനം വന്നു. ഇതേ ക്യാമ്പയിൻ ഇവിടെ വന്നപ്പോൾ കളിയാക്കിയല്ലോ. പാഡ്മാൻ എന്ന് പറയുന്ന മനുഷ്യനെ കളിയാക്കിയ മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അക്ഷയ് കുമാർ അദ്ദേഹത്തെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കൂ. 1 രൂപയ്ക്ക് പാഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ പുച്ഛിച്ച് തള്ളുമായിരുന്നോ? ഈ വിസ്പറും സ്റ്റേഫ്രിയും ഒക്കെ വന്ന സമയത്ത് അതിന്റെ റേറ്റ് എന്താണെന്നറിയോ? പാല് വാങ്ങാൻ കാശില്ലാത്ത, അരി വാങ്ങാൻ കാശില്ലാത്ത മനുഷ്യര് ഈ പറയുന്ന സാധനം വാങ്ങിച്ചു വെക്കണം എന്നാണോ പറയുന്നത്? ഇവിടെ ഒരുപാട് സ്ത്രീകൾ ചേമ്പിലയായിരുന്നു വെച്ചിരുന്നത് പീരിയഡ് ആവുന്ന സമയത്ത്. ഇല പോയിട്ട്, വൃത്തികെട്ട തുണി പോയിട്ട് പല സാധനങ്ങളും പീരിയഡ്സിന്റെ ബ്ലഡ് പിടിച്ചു വെക്കാൻ അല്ലെങ്കിൽ പാഡിന് പകരമായിട്ട് യൂസ് ചെയ്തത് കൊണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് ഗർഭസംബന്ധമായിട്ടുള്ള പ്രശ്നം ഉണ്ടായി. ഗർഭപാത്രം വരെ ഇൻഫെക്ഷൻ ആയി എടുത്തു കളയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ മരിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇല വെക്കുന്ന ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ആ അവസ്ഥയിൽ നിന്നും ഇന്ന് ഇവിടത്തെ സ്ത്രീകൾ മെനസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നു. അതെത്തിച്ചത് മോദിയുടെ ഈ ക്യാമ്പയിൻ തന്നെയാണ്. ഇനി നിങ്ങൾ ഈ പറയുന്ന ചോര പുരണ്ട പദ്ധതി, ആ പദ്ധതി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ ഈ നാട്ടിലുണ്ടായി നിങ്ങൾക്കറിയാമോ? ഞാൻ പറയുമ്പോൾ സംഗീതരമാണല്ലോ, തന്നെ പറഞ്ഞോട്ടെ. 2015 ജനുവരി 22 ആരംഭിച്ച ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതി പെൺകുട്ടികളുടെ ക്ഷേമത്തിലും വിദ്യാഭ്യാസത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ വലിയൊരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. 2026 ജനുവരിയിലെ കണക്കുകൾ പ്രകാരം ഈ പദ്ധതിയുടെ പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. ലിംഗാനുപാതത്തിലെ പുരോഗതി. ജനന സമയത്തെ ലിംഗാനുപാതം 2014-15 കാലയളവിലെ 918 നിന്ന് 2023-24 ആയപ്പോഴേക്കും 930 ആയി മെച്ചപ്പെട്ടു. വിദ്യാഭ്യാസ ശാസ്ത്രീകരണം. സെക്കൻഡറി തലത്തിൽ പെൺകുട്ടികളുടെ എൻറോൾമെന്റ് നിരക്ക് 75.51% നിന്ന് ഏകദേശം 78% ഉയർന്നു. ആരോഗ്യരംഗം. ആശുപത്രികളിലെ പ്രസവങ്ങളുടെ നിരക്ക് 61% നിന്ന് 97.3% വളർന്നു. ഇത് അമ്മമാരുടെയും കുട്ടികളുടെയും മരണനിരക്ക് കുറയ്ക്കാൻ സഹായിച്ചു. സാമ്പത്തിക സുരക്ഷ. പദ്ധതിയുടെ ഭാഗമായി സുകന്യ സമൃദ്ധി യോജന വഴി കോടിക്കണക്കിന് ബാങ്ക് അക്കൗണ്ടുകൾ പെൺകുട്ടികൾക്കായി ആരംഭിച്ചു. ഇത്രയുമാണ് 2025 എടുത്തു പറയാവുന്ന നേട്ടങ്ങൾ. ഈ ഹോസ്പിറ്റലിൽ പോയി പ്രസവിക്കുക എന്ന് പറയുന്നത് ഇവിടൊക്കെ നോർമൽ സംഗതിയാണ് അല്ലെ? വീട്ടിൽ പ്രസവിക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എന്താ നിനക്കൊക്കെ തലക്ക് വെളിവില്ലേ എന്ന് മലയാളികൾ ചോദിക്കും. എന്നാൽ ഒരുപാട് പെൺകുട്ടികൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടേ ഇല്ല. അവർ ജനിച്ചത് ഹോസ്പിറ്റലല്ല, അവർ പ്രസവിക്കുന്നതും ഹോസ്പിറ്റലിൽ അല്ലായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ മിഷൻ ശക്തിയുടെ ഭാഗമായിട്ടാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതി പ്രവർത്തിക്കുന്നത്. ആ പദ്ധതിയെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഞാൻ ഡീറ്റെയിൽ പറഞ്ഞുതരാം. മിഷൻ ശക്തി എന്നത് സ്ത്രീകളുടെ സുരക്ഷ, സംരക്ഷണം, ശാക്തീകരണം എന്നിവയ്ക്കായുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു സംയോജിത പദ്ധതിയാണ്. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതി 2021-22 മുതൽ 2025-26 വരെയുള്ള കാലയളവിലാണ് നടപ്പിലാക്കുന്നത്. സ്ത്രീകളുടെ ജീവിത ചക്രത്തിലുടനീളം അവരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന സർക്കാരിന്റെ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. മിഷൻ ശക്തിക്ക് പ്രധാനമായും 2 ഉപപദ്ധതികളുണ്ട്. സമ്പൽ, സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും വേണ്ടിയുള്ള ഉപപദ്ധതിയാണിത്. ഇതിൽ താഴെ പറയുന്ന ഘടകങ്ങൾ ഉൾപ്പെടുന്നു. 1 സ്റ്റോപ്പ് സെന്റർ. അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് വൈദ്യസഹായം, നിയമസഹായം, താൽക്കാലിക താമസ സൗകര്യം എന്നിവ ഒരു കുട കീഴിൽ നൽകുന്നു. വനിതാ ഹെൽപ്പ് ലൈൻ. അടിയന്തര സഹായത്തിനായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പർ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ ക്യാമ്പയിൻ. നാരി അദാലത്ത്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ സ്ത്രീകൾ നേരിടുന്ന ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ബദൽ തർക്ക പരിഹാര സംവിധാനം. സാമർഥ്യ.
സ്ത്രീകളുടെ ശാക്തീകരണത്തിനും വികസനത്തിനും വേണ്ടിയുള്ള ഉപപദ്ധതിയാണിത്. ഇതിൽ താഴെ പറയുന്ന ഘടകങ്ങൾ ഉൾപ്പെടുന്നു: ശക്തി സദൻ, ദുരിതത്തിലാവുന്ന സ്ത്രീകൾക്ക് സംയോജിത അഭയവും പുനരധിവാസവും നൽകുന്ന ഹോമുകൾ; സഖി നിവാസ്, ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യം നൽകുന്ന ഹോസ്റ്റലുകൾ; പൽന, ജോലി ചെയ്യുന്ന അമ്മമാരുടെ കുട്ടികൾക്കുള്ള ഡേ കെയർ ക്രഷ് സൗകര്യങ്ങൾ; പ്രധാനമന്ത്രി മാതൃവന്ദന യോജന, ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി; ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമൺ, വിവിധ സർക്കാർ സേവനങ്ങളെക്കുറിച്ച് സ്ത്രീകൾക്ക് വിവരങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന കേന്ദ്രങ്ങൾ. മിഷൻ ശക്തിയുടെ ഭാഗമായതിനാൽ ഈ പദ്ധതികൾ വഴി സ്ത്രീകളുടെ സുരക്ഷയും സാമ്പത്തിക സ്വയം പര്യാപ്തതയും ഉറപ്പാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ കേരളത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും ഇതൊക്കെ കേരളത്തിലുണ്ട്. ഹിന്ദി പേരുകൾ ആയതുകൊണ്ടും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് കൊണ്ടും ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഇതേപ്പറ്റി ഒന്നും സംസാരിക്കാത്തത് കൊണ്ടും നിങ്ങൾക്ക് അറിയാത്തതാണ്. ഇന്ന് കേരളത്തിൽ ഒരുപാട് ഗാർഹിക പീഡനങ്ങൾ അനുഭവിച്ചു നിൽക്കുന്ന സ്ത്രീകളുണ്ട്. പഠിക്കാനും ജോലി ചെയ്യാനുള്ള അവകാശം കുട്ടിയുള്ളത് കൊണ്ട് വീട്ടിൽ തന്നെ ഒതുങ്ങിപ്പോയ ഒരുപാട് സ്ത്രീകളുണ്ട്. ഇതിനൊക്കെ നിങ്ങൾക്ക് പരിഹാരം സർക്കാർ നൽകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? കേരളത്തിൽ ഇതെല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ ഹെൽപ്പ് ലൈൻ നമ്പറിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങളൊന്ന് വിളിച്ചു നോക്കൂ. ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ, ഇതൊന്നും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രധാനമന്ത്രിക്ക് നേരിട്ട് പരാതി അയക്കാവുന്നതാണ്. അതിന്റെ മെയിൽ ഐ ഡി ഡീറ്റെയിലും ഞാൻ തരാം. ഞങ്ങൾക്ക് കേരളത്തിൽ ഇത് ലഭിക്കുന്നില്ല, ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ലഭ്യമാക്കൂ എന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ നിങ്ങൾ എഴുതിയാൽ മതി. മലയാളമാണെങ്കിൽ ഒരു പ്രശ്നമില്ല, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അവർ റിപ്ലൈ ചെയ്തോളും. 7 ദിവസത്തിനുള്ളിൽ റിപ്ലൈ എന്നാണ് പറയുന്നതെങ്കിലും ഇത്രയും നാളുകൾക്കുള്ളിൽ ആരൊക്കെ ഇതിനകത്തേക്ക് പരാതി അയച്ചിട്ടുണ്ടോ അവർക്കൊക്കെ 24 hours റിപ്ലൈ വന്നിട്ടുണ്ട്. സോ ട്രസ്റ്റ് മീ, പിണറായി വിജയൻ അല്ല ഇന്ത്യ ഭരിക്കുന്നത്, അത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. സ്ത്രീകൾക്ക് വേണ്ടി എന്നും പറഞ്ഞ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീകൾക്ക് എത്തിയിട്ടുണ്ട്. ഒരു സ്ത്രീയുടെയും ചോര ഇനി ചേമ്പിലയിൽ പടില്ല. അതിനുവേണ്ടി പ്രവർത്തിച്ചത് NDA ആണ്, നരേന്ദ്രമോദി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി അഴിമതിയാണെന്ന് പറയുന്നവർക്ക് ഈ വീഡിയോ എടുത്ത് അങ്ങ് കാണിച്ചു കൊടുക്കുക. തുടർന്ന് കാണുക പോളി ന്യൂസ്.